എക്സാം കഴിഞ്ഞപ്പോൾ ഫുൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്കോറും നല്ല റാങ്കും കിട്ടി. ഇതിന് മുന്നത്തെ എക്സാമിൽ ഞാൻ ഭയങ്കര കൂളായിട്ടായിരുന്നു എഴുതിയത്. 2024 നീറ്റിൽ അത്യാവശ്യം നല്ല സ്കോർ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിറങ്ങിയത്. ഇത്തവണ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ തുടങ്ങിയപ്പം ആദ്യമൊക്കെ നല്ല സ്കോറായിരുന്നു. പിന്നെ ഓരോ ടഫ് എക്സാം വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവും, പിന്നെ വീണ്ടും കയറി വരും. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടാണ് ഫുൾ എക്സാം പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം ആയിരുന്നു കെയർലെസ് മിസ്റ്റേക്ക് വരിക എന്ന് പറയുന്നത്. ഏത് എക്സാം കഴിഞ്ഞാലും എനിക്ക് 2-3 ക്വസ്റ്റ്യനൊക്കെ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു. റിപ്പീറ്റ് ചെയ്യുക, എവിടെ ചെയ്യും, എന്ത് ചെയ്യും, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും റിപ്പീറ്റ് ചെയ്യും. പിന്നെ അവളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മുടെ ബ്രില്യൻറ്റിലെ എറണാകുളം സെന്ററിലെ റിപ്പീറ്റർ ബാച്ചിലൂടെ പഠിച്ച് ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച ഉമ്മു അഫ്സലയാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഉമ്മുവിൻ്റെ ഉമ്മയും സഹോദരിയും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം തന്നെ ഉമ്മു, കൺഗ്രാറ്റുലേഷൻസ്. ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യം തന്നെ ദൈവത്തോട് നന്ദി. വളരെയധികം സന്തോഷം ഇങ്ങനൊരു റിസൾട്ട് വന്നപ്പോൾ. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ഇങ്ങനൊരു റിസൾട്ട് കിട്ടുമെന്ന്. എക്സാം കഴിഞ്ഞപ്പോൾ ഫുൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്കോറും നല്ല റാങ്കും കിട്ടി. നല്ലൊരു അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും സന്തോഷം. എല്ലാവരും വളരെ ഹാപ്പി. ഉമ്മുവിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട്. ഉമ്മു തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉമ്മു അഫ്സല CP. ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണ്. ഇതെൻ്റെ ഉമ്മ, പേര് ജിൽഷ. അതെൻ്റെ സിസ്റ്റർ ഷെഹർബാൻ. ഉമ്മ ഹൗസ് വൈഫാണ്. സിസ്റ്റർ ഞങ്ങളുടെ അടുത്തുള്ളൊരു അക്ഷയ സെൻറ്ററിൽ വർക്ക് ചെയ്യാണ്. ഞാനിവിടെ റിപ്പീറ്റർ പ്രോഗ്രാമിൽ L8 ബാച്ചിലായിരുന്നു പഠിച്ചത്. എൻ്റെ ക്ലാസ് സാറ് ബിബിൻ സാറായിരുന്നു. ഞാൻ +1 +2 ഒക്കെ പഠിച്ചത് എൻ്റെ വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെയായിരുന്നു, GVHSS പറവണ്ണ. അവിടെ തന്നെയാണ് ഞാൻ ഹൈസ്കൂളും എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ഈ മികച്ച വിജയം കൈവരിച്ച ഉമ്മുവിൻ്റെ പഠന രീതികളെ കുറിച്ച് അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ പഠന രീതികളൊന്നും ഉമ്മു വിശദീകരിക്കാമോ? ഞാൻ ബ്രില്യൻ്റ് എന്താണോ പറയുന്നത് അതുപോലെയാണ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്തത്. ആദ്യം ഡെയിലി ടോപ്പിക്സ് കവർ ചെയ്യുക, പിന്നെ എക്സാം ടോപ്പിക്ക് അതിനുശേഷം കവർ ചെയ്യുക. അങ്ങനെ പിന്നെ വീക്കിലി എക്സാം കഴിയും. പിന്നെ ലാസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് സീരീസൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ സാറ് ഞങ്ങൾക്ക് എന്നും പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഷോർട്ട് നോട്ട് ചെയ്തിട്ട് അത് പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ടൈമിലാവും യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇപ്പം ചെയ്യാതിരിക്കരുത്, അത് പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ ടൈം ആകുമ്പോൾ നല്ല യൂസ്ഫുൾ ആവുമെന്ന് സാർ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് മോക്ക് ടെസ്റ്റിൻ്റെ ടൈം ആയപ്പോഴാണ് ഈ ഷോർട്ട് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായത്. അപ്പം സാർ എന്താണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ പോയത്. സാറ് പറയുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ നല്ലൊരു വിജയം കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. മുമ്പ് നമ്മുടെ ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണല്ലോ ഈ മികച്ച വിജയം കൈവരിച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുമ്പം ഉള്ളൊരു കോൺഫിഡൻസും ഇപ്പോൾ റിസൾട്ട് നേടിക്കഴിയുമ്പോൾ തമ്മിലുള്ള കോൺഫിഡൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം, അല്ലെങ്കിൽ ബ്രില്യൻറ്റ് അതിനൊരു ഭാഗമായെന്ന് തോന്നുന്നുണ്ടോ? വളരെ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. കാര്യം ഞാൻ അത്യാവശ്യം ഇങ്ങനെ എല്ലാവരോടും ഇപ്പം ഞാൻ ഇരിക്കുന്നത് തന്നെ ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. സാറുമാരോട് എനിക്ക് മനസ്സിലാവാത്തത് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും, ഇപ്പോൾ ചോദിച്ചു നോക്ക്, സാറുമാർ നന്നായിട്ട് പറഞ്ഞു തരുമല്ലോ, സാറിനിപ്പോൾ എന്ത് വിചാരിക്കും ഞാനിത് ചോദിക്കുമ്പോൾ, ഇതുപോലും അറിയില്ലെന്ന് വിചാരിക്കില്ല, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ സാറുമാർ തന്നെ ക്ലാസ്സിൽ പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചോദിച്ചാലേ ഞങ്ങൾക്ക് മനസ്സിലാവൂ, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനെ അവർ പറയുന്നത് കേട്ടാണ് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് ചോദിക്കാനും. പ്രൊഫസേഴ്സിൻ്റെ റൂമിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ ധൈര്യമൊക്കെ എങ്ങനെയോ സംഭരിച്ച് പ്രൊഫസേഴ്സിൻ്റെ റൂമിൽ പോയി സംശയമൊക്കെ ചോദിച്ച് പിന്നെ ഞാൻ എപ്പോഴും പ്രൊഫസേഴ്സിനോട് തന്നെ എല്ലാം ചോദിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒരു പേടിയൊന്നും തോന്നിയില്ല. എല്ലാം അവരോട് തന്നെ ചോദിക്കാം, അവർ നന്നായിട്ട് പറഞ്ഞുതരും. റെഫറൻസിന് വന്നിട്ട് അവരോട് ചോദിക്കാനും കിട്ടാത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനും അതെല്ലാം എനിക്ക് ബ്രില്യൻറ്റിൽ പഠിച്ചതുകൊണ്ട് കിട്ടിയൊരു കോൺഫിഡൻസാണ്. ഞാൻ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ അങ്ങനെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ബ്രില്യൻ്റ് എന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാര്യം അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോഴാണ് എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ ബ്രില്യൻ്റ് എന്നാണ് കിട്ടിയത്. അത്രയും വലിയ ഡിഫറൻസ് ബ്രില്യൻ്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
നമുക്കറിയാം ഈ വർഷത്തെ നീറ്റ് എക്സാം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ടഫായിരുന്നു. അപ്പോൾ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായ ഫീൽ എന്തായിരുന്നു ആ ഇമോഷൻ? ഞാൻ ഇത്രയും ടെൻസ്ഡ് ആയിട്ടൊരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത് ഈ വർഷത്തെ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു. ഇതിന് മുന്നത്തെ എക്സാമിൽ ഞാൻ ഭയങ്കര കൂളായിട്ടായിരുന്നു എഴുതിയത്. 2024 നീറ്റിൽ അത്യാവശ്യം നല്ല സ്കോർ കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിറങ്ങിയത്. ഇത്തവണ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഇതായിരുന്നു. ഭയങ്കര ടഫും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എനിക്ക് ക്വസ്റ്റ്യൻ പോലും നല്ലപോലെ വായിക്കാൻ പറ്റിയിട്ടില്ല ഇത്തവണത്തെ എക്സാമിന്. അത്യാവശ്യം ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം എഴുതുമ്പോൾ. എക്സാം കഴിഞ്ഞപ്പോഴും അതേ ടെൻഷൻ. പിന്നെ വീട്ടിലെത്തി ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരു സമാധാനം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ടഫാണ്, പൊതുവേ ഈ വർഷത്തെ ഭയങ്കര ടഫായിരുന്നു. പിന്നെ ഞാൻ കൂളാവാൻ തുടങ്ങി. എന്തൊക്കെ ആയാലും ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാം, എന്തേലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു. മോൾക്ക് എക്സാം എഴുതിയപ്പം ഏത് സബ്ജക്റ്റ് ഏറ്റവും ടഫായിട്ട് തോന്നിയത്, ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു? എനിക്ക് ടഫായിട്ട് തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ബയോളജി ആയിരുന്നു. ബയോളജി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര ടഫായിട്ട് തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. നമുക്കിനി ഉമ്മയോട് ചോദിക്കാം. ഉമ്മു വളരെ മികച്ചൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എക്സാം കഴിഞ്ഞപ്പോൾ മോൾ ഭയങ്കര ടെൻഷനാണ് ആയിരുന്നത്. റിസൾട്ട് വന്നപ്പോഴാണ് സന്തോഷിച്ചത്. ഭയങ്കര വിഷമത്തിലാണ് ആയിരുന്നത് ആള്. റിസൾട്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ആളെല്ലാവരും ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? എൻ്റെ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ എപ്പോഴും ഇങ്ങനെ ഈ നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഫ്രണ്ട് പേജിൽ വലുതായിട്ട് തന്നെ ഇങ്ങനെ വരും. ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് ബ്രില്യൻ്റ് പാല നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വരും. അപ്പോൾ നീറ്റ് എന്താണെന്നോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഞാൻ കൊമേഴ്സാണ് പഠിച്ചത്. അപ്പം ഇവള് പിന്നെ +2 സയൻസ് എടുത്തു. അപ്പോൾ ഇവൾക്ക് വേണ്ടിയാണ് എന്താണ് നീറ്റ്, എന്താണ് അതിനെക്കുറിച്ചൊക്കെ പിന്നെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവളെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നീറ്റ് ജസ്റ്റ് ഒന്ന് എക്സാം എഴുതി. അപ്പോൾ അവൾക്ക് മാർക്ക് വെച്ച് നോക്കി ഭയങ്കര കുറവായിരുന്നു. 140 സംതിങ് എന്തുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കോൺഫിഡൻ്റ് ആണോ, റിപ്പീറ്റ് ചെയ്യാൻ ഓക്കെ ആണോ, റെഡി ആണോ എന്ന് ചോദിച്ചപ്പം ഓക്കെ പറഞ്ഞു. റിപ്പീറ്റ് ചെയ്യുക, എവിടെ ചെയ്യും, എന്ത് ചെയ്യും, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്ന് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അവളുടെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇതാവും ബെസ്റ്റ്, നമ്മളെപ്പോഴും കാണുന്ന ഒരു പേരും കാര്യം ഇതാവും ബെസ്റ്റ് എന്ന് അതുകൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്ത്. കാരണം റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രില്യൻ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം. നമ്മുടെ ബ്രില്യൻറ്റിലെ എക്സാംസ് ഇപ്പോൾ നമുക്ക് വീക്കിലി എക്സാം ഉണ്ട് എല്ലാ മണ്ടേയും. ഇപ്പോൾ എക്സാം അടുക്കാറായപ്പോൾ മോഡൽ എക്സാംസും ഉണ്ടായിരുന്നു. ഈ എക്സാംസ് ഒക്കെ മോളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ? എക്സാമൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം വീക്കിലി എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് ആ വീക്കിൽ കവർ ചെയ്യാൻ പറ്റുന്നത്ര കവർ ചെയ്തിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തത്. അത്യാവശ്യം നല്ല സ്കോർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ തുടങ്ങിയപ്പം ആദ്യമൊക്കെ നല്ല സ്കോറായിരുന്നു. പിന്നെ ഓരോ ടഫ് എക്സാം വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവും, പിന്നെ വീണ്ടും കയറി വരും. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടാണ് ഫുൾ എക്സാം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ അത്യാവശ്യം സിമ്പിൾ എക്സാം ഒക്കെ ആകുമ്പോൾ ഒരു 700 റേഞ്ചിലൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ടഫ് വരുമ്പോൾ ആയിരുന്നു നന്നായിട്ട് കുറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഡൗൺ ആവും, ഭയങ്കര ഫുൾ കോൺഫിഡൻസ് പോവും. അപ്പോൾ സാറ് പറയും ഒന്നും നോക്കണ്ട, എക്സാം ടഫായാലും മാർക്ക് കുറഞ്ഞാലും റാങ്ക് കൂടുതലായിരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സാറ് പറയുന്നത് ശരിയായിരിക്കും, എക്സാം ടഫായാലും റാങ്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. നന്നായിട്ട് തന്നെ എക്സാം ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സ് ക്ലാസ്സുകളിൽ വരാറുണ്ട്, നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് ഒക്കെ തരാറുണ്ട്. അപ്പം അവരുടെ വാക്കുകളൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടിരുന്നോ എക്സാംസിന് മുന്നേ? നന്നായിട്ട് ഉപകാരപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് വന്നിരുന്നത് സ്റ്റീഫൻ സാറായിരുന്നു. സ്റ്റീഫൻ സാറ് വീക്ക്ലി ഒരു തവണ വരുമായിരുന്നു. അപ്പോൾ സ്റ്റീഫൻ സാറ് ക്ലാസ്സിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ L8 എന്ത് പറയുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു വരും. സാറ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബായിരുന്നു. സാറ് പിന്നെ വന്നിട്ട് എക്സാം എങ്ങനെയുണ്ട്, പഠനം എങ്ങനെയുണ്ട് എല്ലാം ചോദിക്കും. എന്നിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പരിശ്രമിക്കുക, നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്, ഫുൾ 100% ഇട്ടാലേ നിങ്ങൾക്ക് ശരിയാവത്തുള്ളൂ അങ്ങനെയൊക്കെ പറയും. സാറ് വന്നു കഴിയുമ്പോൾ നമുക്കും അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. സാറ് പറയുന്ന പോലെ നമ്മൾ പിന്നെ ചെയ്യാൻ തുടങ്ങും. സാറ് വീക്കിലി വരുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നമ്മുടെ ബ്രില്യൻറ്റ് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഫാക്കൽറ്റീസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ലേണിംഗ് ആപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്. ഇതൊക്കെ മോൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്?
ഇവിടുത്തെ ലൈബ്രറി ആയാലും ഇ ലേണിംഗ് ആപ്പ് ആയാലും പ്രൊഫസേഴ്സ് എല്ലാവരും ഞാൻ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തൊരു കാര്യം. പ്രൊഫസേഴ്സിനോട് ഞാൻ ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്ന് അത്യാവശ്യം ബുക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇ ലേണിംഗ് ആപ്പിൽ നമ്മളിപ്പം റെഫറൻസിന് വന്നാൽ ഇവിടെ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ചിട്ട് പിന്നെ നൈറ്റ് പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഇ ലേണിംഗ് ആപ്പിലായിരുന്നു ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ റെഫറൻസും എല്ലാം എനിക്ക് അവിടെ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചൊരു ഇതാവുമ്പോൾ ഞാൻ പിന്നെ റെഫറൻസിന് വരും. റെഫറൻസിന് വന്നാൽ ഇവിടെ മിസ്സുമാർ ഓരോ ക്ലാസ്സിലുണ്ടാവും. അവർ നമ്മൾ ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഉറക്കം വന്നാലും അത് പിടിച്ച് വെച്ച് നമ്മൾ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഉറക്കം വന്നാൽ മുഖം കഴുകി വരാൻ പറയും മിസ്സുമാർ. അപ്പോൾ അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ടോട്ടലി ബ്രില്യൻറ്റിൽ എനിക്ക് എല്ലാം നല്ലപോലെ ആയിരുന്നു. മുൻ വർഷത്തെ നീറ്റ് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ നീറ്റ് വളരെ ടഫായിരുന്നു. അപ്പം ആ എക്സാം അതിൽ മികച്ച വിജയം കൈവരിച്ച ആളാണ് മോള്. അപ്പോൾ ഈ വർഷം ഇനി 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ് മോൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എക്സാം എങ്ങനെ ആയിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, ഈസി ആയിക്കോട്ടെ, നിങ്ങൾ നന്നായി കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ നോക്കണം. അഥവാ ആദ്യ ക്വസ്റ്റ്യൻ കിട്ടിയില്ല അപ്പം തന്നെ ഡെസ്പായിരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കണം. അല്ലാണ്ട് അത് കിട്ടിയിട്ട് അടുത്തതിലോട്ട് പോകുന്നുള്ളത് പാടില്ല. ഞാൻ എക്സാം എഴുതുമ്പോൾ തോന്നിയത്, ഞാൻ ബയോളജിയിൽ ഒരുപാട് ടൈം പോവുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെൻ്റെ ടൈം കളയാൻ അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ ലാസ്റ്റിലോട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കണം. അതാണ് മെയിൻ പോയിന്റ്. പിന്നെ ബ്രില്യൻറ്റിലെ എക്സാംസ് ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ എക്സാം അല്ലേ, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നൊന്നും വിചാരിക്കരുത്. സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതി നോക്കുക. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും നമ്മുടെ മാർക്ക്. ഞാൻ ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം ആയിരുന്നു കെയർലെസ് മിസ്റ്റേക്ക് വരിക എന്ന് പറയുന്നത്. ഏത് എക്സാം കഴിഞ്ഞാലും എനിക്ക് 2-3 ക്വസ്റ്റ്യനൊക്കെ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് വഴിയാണ് എൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് കുറച്ചത്. അപ്പോൾ നിങ്ങൾക്കും ടെസ്റ്റ് സീരീസ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. ആദ്യം കുറച്ച് കുറവായിരിക്കും, പിന്നെ അത് കൂടി വരും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും കുറയുമ്പോൾ ഡൗൺ ആയിരിക്കാണ്ട് അത് കൂടും. അതിനേക്കാൾ കൂടുതൽ അടുത്ത എക്സാമിന് വാങ്ങണം എന്നൊരു വാശി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും നീറ്റ്. അപ്പോൾ ഉമ്മു, ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഉമ്മ, ചേച്ചി, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.